എറണാകുളം ജില്ലയിലൊക്കെ വളരെ സുലഭമായിട്ട് കണ്ടുവരുന്ന നമ്മളെ പൊട്ടുവെള്ളരി നമ്മൾ ഗുരുവായൂർ റൂട്ടിൽ കണ്ട് എന്ത് ചെയ്യണം, ഒന്നും ചെയ്യേണ്ട, വേഗം വണ്ടി നിർത്തുക, ഇറങ്ങുക, വാങ്ങുക, ഫ്രിഡ്ജിൽ കൊണ്ടേ തണുപ്പിച്ചെടുക്കുക. ഒരു 10-12 വർഷം മുന്നേ ഞാനൊക്കെ ഇത് ജനിച്ചിട്ട് ആദ്യമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ അന്ന് എന്തായാലും കൊടുന്ന് ഇത് മിക്സിയിലിട്ടടിച്ച് നാശകോശമാക്കി തന്ന എൻ്റെ പുതിയാപ്പളനോട് ഇത് ഇങ്ങനെ ഒന്നും അല്ലടോ, ഇപ്രാവശ്യം എന്തായാലും വിൽക്കണ ചേട്ടനോട് തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന് ശരിയായ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് മുമ്പ് കുടിച്ചിട്ടുള്ളവരും പിന്നെ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് അറിയണവർ കമൻറ്റ് ചെയ്തിട്ടാണ്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലക്കാരെ. ഇങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണോണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ആ പകുതിയിലേക്കാണ് 3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തത്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുടിച്ചിറങ്ങുമ്പോൾ നല്ലൊരു കുളിര് അങ്ങോട്ട് വരും. ഇതിൻ്റെ പേരിൻ്റെ കൂടെ വെള്ളരി എന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഷമാമിൻ്റെയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് വെക്കുക. അങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കേണ്ട താമസം നമ്മളെ ദാനക്കൂട്ടി ഏറ്റവും വലിയ ഗ്ലാസ് നോക്കി എടുത്തിട്ട് എനിക്ക് ചിയേഴ്സൊക്കെ തന്ന് കൊണ്ടുപോയിക്കണം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക.